ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ റേഡിയനിൽ തന്ന ഒരു മെഷറിനെ, ഒരു ആംഗിളിനെ ഡിഗ്രിയിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഗ്രിയിൽ തരുന്ന ഒരു മെഷറിനെ എങ്ങനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഫോർമുല നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് നിങ്ങൾ ഡിഗ്രി മെഷറിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന കാര്യത്തിനെ നിങ്ങൾ എന്ത് ചെയ്യും, എന്താണോ ഡിഗ്രി മെഷറിൽ തന്നത് ദാറ്റ് ഇൻറ്റു π/180 ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, കറസ്പോണ്ടിങ് റേഡിയൻ മെഷർ കിട്ടും. ഈ ഫോർമുല നിങ്ങൾ നേരത്തെ കണ്ടിരുന്നു. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് ഒരു സിമ്പിൾ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് തരുന്നത് ജസ്റ്റ് 300 ഡിഗ്രി എന്ന് തരികയാണ്. എന്നിട്ട് ഇതിനെ റേഡിയൻ മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ജസ്റ്റ് ഈ ഫോർമുല അങ്ങ് അപ്ലൈ ചെയ്യുക. അതായത് നിങ്ങൾ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് മീൻസ് 300 ഇൻറ്റു π/180. ഇത് കട്ട് ചെയ്യാൻ പറ്റുന്ന, അതായത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നവർക്ക് സിംപ്ലിഫൈ ചെയ്യാം. നിങ്ങൾക്ക് ഈ 0 ഇവിടെ കട്ട് ചെയ്യാം. ഇവിടെ 6 കോമൺ ആണ്. സോ 6 × 5 30, 6 × 3 18. സോ ഇനി കട്ടിങ് ഒന്നും പോസിബിൾ അല്ല. സോ മോളിൽ ന്യൂമറേറ്ററിൽ എന്തുണ്ട്, 5 × π, ദാറ്റ് മീൻസ് 5π ഡിവൈഡഡ് ബൈ താഴെ എന്തുണ്ട്, 3 ഉണ്ട്. സോ ഇതാണ് ഇത്രയും റേഡിയൻ. ഇതാണ് നിങ്ങളുടെ ആൻസർ. സോ ഇത് ഒരു സിമ്പിൾ പ്രോബ്ലം ആണ്. ഇനി ഞാൻ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ചെയ്യാണ്. അതായത് ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു 300 ഡിഗ്രീനെ തന്നിട്ടുള്ളൂ. നമ്മൾ നേരത്തെ ഡിഗ്രീൻ്റെ കൂടെ മിനിറ്റ്, സെക്കൻഡ് ഇതെല്ലാം ഡിസ്കസ് ചെയ്തിരുന്നു. സോ അങ്ങനെ മിനിറ്റ് കൂടി വന്നാൽ എന്ത് ചെയ്യാമെന്നാണ് നെക്സ്റ്റ് പ്രോബ്ലത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മളെ പ്രോബ്ലം എങ്ങനെയാണ്, 40 ഡിഗ്രി 20 മിനിറ്റ്. ഇതിനെ എങ്ങനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ ഇവിടെ പറഞ്ഞു ഡിഗ്രി മെഷറിനെ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഈ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുൻപ് ഇവിടെയുള്ള നമ്പർ കംപ്ലീറ്റ് ആയിട്ട് ഡിഗ്രിയിലാക്കണം. അതിനുശേഷം വേണം നിങ്ങൾ ഈ π/180 യൂസ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇവിടെയാണെങ്കിൽ 40 ഡിഗ്രീൻ്റെ കൂടെ ഒരു മിനിറ്റ് കൂടിയുണ്ട്. അപ്പം ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പ് ഈ 20 മിനിറ്റിനെ നിങ്ങൾ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിനെന്ത് ചെയ്യാമെന്നാണ് ആദ്യം നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ നേരത്തെ മിനിറ്റും ഡിഗ്രിയും തമ്മിലുള്ള റിലേഷൻസ് ഒക്കെ പഠിച്ചിരുന്നു. നിങ്ങൾ പഠിച്ചിരുന്നു 1 ഡിഗ്രി = 60 മിനിറ്റ്സ്. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റ് എന്തായിരിക്കും, 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/60 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എക്സ് മിനിറ്റ് എന്തായിരിക്കും, എക്സ് മിനിറ്റിനെ എങ്ങനെ നിങ്ങൾ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യും, നിങ്ങൾ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യും, x/60 ഡിഗ്രി. അപ്പം എക്സ് മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഇക്വലൻ ടു x/60 മിനിറ്റ് ആയിരിക്കും. സോ ഈ രീതിയിൽ നിങ്ങൾ കൺവേർട്ട് ചെയ്യണം. സോ ഇവിടെ നമ്മളിത് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പം നിങ്ങളുടെ 40 ഡിഗ്രി അത് നിങ്ങൾ ആദ്യം അവിടെ എഴുതി. 40 ഡിഗ്രിയോട് 20 മിനിറ്റ്സ് ആഡ് ചെയ്യുമ്പോഴാണ് 40 ഡിഗ്രി 20 മിനിറ്റ്സ് കിട്ടുന്നത്. സോ ദിസ് ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി പ്ലസ്, ഇനി ഞാൻ ഈ 20 മിനിറ്റിനെ ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. അതായത് എക്സ് മിനിറ്റ് എന്ന് പറഞ്ഞാൽ x/60 ഡിഗ്രിയാണ്. സോ 20 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി ആയിരിക്കും, 20/60 മിനിറ്റ് ആയിരിക്കും, ഡിഗ്രി ആയിരിക്കും. സോ നമ്മളത് ഇവിടെ കൊടുക്കുന്നു, 20/60 അത്രയും എന്താണ്, ഡിഗ്രിയാണ്. ദാറ്റ് മീൻസ് 40 ഡിഗ്രി. പിന്നെ പ്ലസ് യൂസ് ചെയ്യണമെന്നില്ല കേട്ടോ. 40 ഡിഗ്രി ഇനി യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പ്ലസ് 20/60 എന്ന് പറഞ്ഞാൽ 0യും 0യും ക്യാൻസൽ ചെയ്തു, ഇത് ക്യാൻസൽ ചെയ്തു. 2ഉം 6ഉം കൂടി ക്യാൻസൽ ചെയ്താൽ 1/3 കിട്ടും. ദാറ്റ് മീൻസ് 40 ഡിഗ്രി
പ്ലസ് 1/3 ഡിഗ്രി എന്ന് കിട്ടും. 40 ഡിഗ്രി പ്ലസ് 1/3 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇത് മിക്സഡ് ഫ്രാക്ഷൻ ആണ്. 40 ഇതിനെ ഒരുമിച്ച് എഴുതിയാൽ മതി. 40 1/3 ഡിഗ്രി മിക്സഡ് ഫ്രാക്ഷൻ ആണ്. ഇതിനെ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ അറിയാം. എന്ത് ചെയ്താൽ മതി? 40 into 3 മിക്സഡ് ഫ്രാക്ഷനെ സാധാ ഫ്രാക്ഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്ന മെത്തേഡ്. 40 into 3 എന്ന് പറഞ്ഞാൽ 120 പ്ലസ് 121/3 ഡിഗ്രി. അതായത് 40 into 3 പ്ലസ് ന്യൂമറേറ്റർ 1 ഡിവൈഡഡ് ബൈ 3. ഇതാണ് ഇവിടെ ചെയ്തത്. സോ 121/3 അത്രയും ഡിഗ്രി. ഇത് മുകളിലേക്ക് എഴുതുന്നത് 121 ഡിഗ്രി ബൈ 3. ഇനി നമ്മൾ ഈ ഫോർമുല അപ്ലൈ ചെയ്യുന്നു. കാരണം ഇപ്പോൾ ഇത് വെറും ഡിഗ്രി ആയി മാറി. ഇങ്ങനെ ഡിഗ്രി ആയി മാറി കഴിഞ്ഞാൽ നിങ്ങൾ ഈ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 121/3 ഇൻറ്റു π/180 which is equal to 121 പൈ ഡിവൈഡഡ് ബൈ 180യും 3യും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 540 എന്ന് കിട്ടും. അത്രയും റേഡിയൻ. ഇതാണ് നിങ്ങളുടെ ഫൈനൽ ആൻസർ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ.